CMRL എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിലും ED നടപടികളിലും പ്രതികരണവുമായി PA മുഹമ്മദ് റിയാസ് MLA ഏത് തരത്തിലുള്ള അന്വേഷണവും നേരിടാൻ സന്നദ്ധനാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ബിസിനസ് ചെയ്യുന്നവർക്ക് അതിനുള്ള എല്ലാ അവസരവും നൽകുമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. ED റെയ്ഡുകളെ നിയമപരമായി തന്നെ നേരിടുമെന്നും PA മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. തീർച്ചയായിട്ടും സേവനം നൽകി എന്ന് ബന്ധപ്പെട്ടവരും പറഞ്ഞിട്ടുണ്ട്, നൽകിയവരും പറഞ്ഞിട്ടുണ്ട്. അക്കൗണ്ടിലൂടെയാണ് പണം വാങ്ങിയത്, ടാക്സ് അടച്ചിട്ടുണ്ട്. അല്ലാതായി നമുക്ക് നിയമപരമായിട്ട് ഇപ്പോൾ ഉള്ള വിഷയമാണല്ലോ, നിയമപരമായിട്ട് കൈകാര്യം. ഈ ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം ഷെൽ കമ്പനിയാണ് അത് ഇപ്പോൾ പെട്ടെന്നാണ് വന്നിരിക്കുന്നത്. പെട്ടെന്നാണത് ഒരു വാർത്തയായി വന്നത്. ഒരു പുതിയ സംഭവം കിട്ടിയതുപോലെ. എൻ്റെ നോമിനേഷൻ പേപ്പർ നിങ്ങൾക്ക് പരിശോധിക്കാം. നോമിനേഷൻ പേപ്പറിൽ സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥിയാവുന്ന ആളുടെ ഭാര്യ എന്നുള്ളതിൽ ഭാര്യയുടെ സ്ഥാപനങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഈ സ്ഥാപനത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകളായതുകൊണ്ട്, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഭാര്യ ആയതുകൊണ്ട്, അതും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല ബിടെക് ഉൾപ്പെടെയുള്ള ക്വാളിഫിക്കേഷനുള്ള ഒരു വ്യക്തി, ഒരു സ്ത്രീ ഒരു ബിസിനസ്സും നടത്തരുത് എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അത് ശരിയാണോ? അതിൽ മറ്റെന്തെങ്കിലും സ്വാധീനം, നമ്മുടെ ആരുടെയെങ്കിലും സ്വാധീനത്തിൻ്റെ ഭരണസ്വാധീനത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും പരിശോധിക്കും. അതല്ലാതെ ഒരു വ്യക്തി ഒരു ബിസിനസ് നടത്തുക, അവർ നല്ല ഹൈ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനത്തിൽ നല്ല പൊസിഷനിൽ ജോലി ചെയ്തതാണ്. അവരുടെ പൊസിഷനിൽ ജോലി ചെയ്ത ആളുകളൊക്കെ ഇന്ന് ഏത് റാങ്കിലാണ് ജോലി ചെയ്യുന്നത് നിങ്ങൾ നോക്കണം.